സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കണ്ണൂര് 2 ദിവസമായിട്ട്, അതായത് ഇന്നലെ ഒരു പടകം പൊട്ടിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. ആ പടകം പൊട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ആഘോഷത്തിന്റെ പടകമാണ് പൊട്ടിച്ചത്. പക്ഷേ 1.5 വയസ്സോളമുള്ള ഒരു കുട്ടി അതിന് അപസ്മാരം പോലെയുള്ള അസുഖങ്ങളാണ് വന്നത് എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു കല്യാണം കഴിഞ്ഞ ഒരു വേട്ടാവളിയന്റെ വീട്ടിൽ നിന്നും പൊട്ടിച്ച പടയങ്ങളാണ്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരുത്തൻ പണത്തിന്റെ ഹുങ്കാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഒരു വലിയ കാറും കൊണ്ട് ആംബുലൻസിന് വഴിയൊരുക്കാതെ ഇവൻ വളരെ മോശമായ രീതിയിലാണ് ഇവൻ വണ്ടി ഓടിച്ചത് എന്നുള്ളത്. ഇനി ഇത് രണ്ടും നടന്നത് കണ്ണൂരാണ്. അപ്പൊ ഈ കണ്ണൂർക്കാരെ പറയിക്കാനായിട്ട് ചില കിഴങ്ങേശന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ കണ്ണൂരിലെ നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവന്മാരെ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ പടകം പൊട്ടിച്ചിട്ടും അതുപോലെ വളരെ മോശമായ രീതിയിൽ പെരുമാറുന്ന കുറേ കല്യാണ വീടുകളുടെ പ്രാകൃതമായ ശിക്ഷയാണ് ഇവർ കൊടുക്കുന്നത്, കല്യാണ ചെറുക്കനും പെണ്ണിനും ഒക്കെ. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ബന്ധം മോചനത്തിന് വരെ ഇതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതും പടകം പൊട്ടിക്കുന്നതും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അടുത്ത ദിവസം ഇവർ വക്കീലിൻ്റെ അടുത്തേക്ക് പോകുന്നത് നമ്മൾ കാണുന്നില്ല. കുറച്ചു കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ കല്യാണമൊക്കെ ആർഭാടമായിട്ട് കഴിഞ്ഞു. JCBയിലാണ് പെണ്ണിനെയും ചെക്കനെയും കൊണ്ടുവന്നത്. മാലിയിലിട്ടിട്ട് കുറേ ആൾക്കാർ ചേർന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ മോനെ ഇത് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാണ്, ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അവിടുന്ന് വന്നയാന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവന്മാർ JCB ഒക്കെ ഇവിടെ ഏൽപ്പിച്ചിന്. അങ്ങനെ പടകം പൊട്ടിക്കലും ഇതൊക്കെ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ വിഷണ്ണനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയത് ചോദിച്ചു. എന്നേ പറഞ്ഞ് ഞങ്ങൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല, ഓക്കെ എന്നെ മനസ്സിലാകുന്നില്ല എന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, ഓൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്ന്. അപ്പോൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ JCBയിൽ ഇരുന്ന അന്ന് മുതൽ ഈ പെണ്ണ് ചൊറിയാൻ തുടങ്ങിയതാണ് ഇവനാ. അതായത് നിങ്ങളെ നാട്ടുകാർ ഇങ്ങനെയാണോ മനുഷ്യ, ഇങ്ങനത്തെ നാടാണെങ്കിൽ ഞാൻ വരില്ലായിരുന്നു, എന്തൊരു കഷ്ടമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ JCBയിൽ ഇരുന്നപ്പോൾ ചൊറിയാൻ തുടങ്ങിയതാണ്. ആ JCB പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യ രാത്രിയിലേക്കാണ് പോയത്. ആദ്യ രാത്രി അന്ന് ഒന്നും നടന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലും വീഴ്ചലുമാണ്. ഈ പെൺകുട്ടിക്ക് എങ്ങനെയും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതാണ്. അല്ല, ആ പെൺകുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണ പിന്നെ എന്താ പറയേണ്ടത്, അല്ല ഇന്നോവ അല്ല വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടാണ് ഇവരെ കൊണ്ട് JCBയിൽ കയറിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളതാണ്, ഇച്ചിരി ഡീസൻറ്റിൽ വളർന്ന മറ്റൊരു നാട്ടുകാരിയാണ്. ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന നാടൊന്നുമല്ല. ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ അവർ കണ്ടിട്ടുമില്ല, കല്യാണത്തിന്റെ തരത്തിലുള്ള കോപ്രായങ്ങൾ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു, ഇതൊരാഴ്ച ഒരു മാസം പോലും ആ വീട്ടിൽ നിന്നിട്ടില്ല, ഡിവോഴ്സായിട്ട് പോയത്. അപ്പൊ കണ്ണൂർ ഇതുപോലെയുള്ള നാറിയ ഡിവോഴ്സുകളും നടക്കുന്നുണ്ട്. ഇതൊന്നും ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നില്ല. പകുതി പിന്നെ ഡിവോഴ്സിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിന്റെ അടുക്ക് നടക്കുന്ന മാമാങ്കൾ തന്നെയാണ്. ഈ കല്യാണത്തിന്റെ അടുക്ക് പടകം പൊട്ടിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കന് മദ്യം കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആദ്യ രാത്രി കൊളാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ മദ്യം കൊടുക്കും. അതായത് വെള്ളത്തിൽ മദ്യം കൊടുത്തിട്ട് 2 പേർക്കും കുടിപ്പിച്ച സംഭവങ്ങളുണ്ട്. ഈ പുതിയ പെണ്ണും അവിടെ മയങ്ങി വീണിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെറുക്കനും മയങ്ങി വീണിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കണ്ണൂരിൽ നടന്നിട്ടുണ്ട്. ജീവൻ വരെ പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു പ്രാവശ്യക്കാറ്റ് ഏതോ കണ്ണൂർ എവിടെയോ പിന്നെ തോട്ടട അങ്ങനെ എന്തോ പറയുന്ന ഒരു സ്ഥലത്ത് പിന്നെ ഇതുപോലെ ഈ കല്യാണത്തിന് പൊട്ടിക്കാൻ പടകമില്ല. അവൻ നോക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഏതോ രാഷ്ട്രീയ പാർട്ടിക്കാർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബോംബാക്കി വെച്ചിന്. അതെടുത്തിട്ട് അങ്ങ് എറിഞ്ഞാടുന്നു, ഒരാൾ മരിച്ചുപോയാടുന്നു. അങ്ങനെയുള്ള സംഭവം വരെ കണ്ണൂരുണ്ടായിട്ടുണ്ട്. എത്ര കൊണ്ടാലും കൊടുത്താലും ഈ നാട്ടുകാർക്ക് മനസ്സിലാവില്ല. അതാണ് നമ്മുടെ കണ്ണൂർ നടക്കുന്നത്. ഇന്നലെ ഇപ്പം ഇതെല്ലാം പോട്ടെ, വലിയൊരു ഗുണ്ട എടുത്ത് പൊട്ടിച്ചത്. ആ ഗുണ്ട എടുത്ത് പൊട്ടിച്ചപ്പോഴേ എത്ര 8 മാസം 9 മാസം കയറ്റ പ്രായമുള്ള, 1 വയസ്സിന് താഴെ കയറ്റ പ്രായമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് ആദ്യം ശ്വാസമില്ലായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്പം ഡോക്ടർമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ കുട്ടിക്ക് അപസ്മാരം ഉണ്ടാവും, ജീവിത അവസാനം വരെ ആ കുട്ടിയെ സഹിക്കണം എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിന് ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ കല്യാണ ചെറുക്കനെയും ആ വീട്ടുകാരെയും ഒക്കെ പിടിച്ചിട്ട് ജയിലിലിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയില്ല നാട്ടുകാരെ ഞാൻ ഒന്നും പറയില്ല. അതായത് ഈ പടകം പൊട്ടിച്ചോനെയോ നാട്ടുകാരെയോ ഒന്നും ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ അവനെ കൊണ്ട് പൊട്ടിപ്പിക്കുന്ന ആരാണ്? ഇവനെ പോലെയുള്ള ഇവൻ്റെ പിന്നെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഈ പുയ്യാപ്പള എന്ന് പറയുന്ന ഇവനൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിലുള്ള കുറേ വൃത്തികെട്ട പരിപാടി പണക്കാരുടേതാന്ന് കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കൂടിപ്പോയ കുറേ ടീമുകളുണ്ട്, അവരുടേതാണ്. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഒരുത്തൻ കൂത്തുപറമ്പ് മുതൽ ഇങ്ങോട്ട് തലശ്ശേരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ആ ഒരു ആംബുലൻസിൽ ഒരു രോഗിനെയും കൊണ്ട് വരികയാണ്. ശ്വാസം മുട്ടലാണ് അസുഖം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ശ്വാസം മുട്ടൽ അസുഖമുള്ള ഈ രോഗിനെയും കൊണ്ട് വരുമ്പോൾ ഇവൻ്റെ ആഡംബര കാറ് എടുത്തിട്ട് ഇങ്ങനെ അതിന് സൈഡ് കൊടുക്കാതെ അവനിങ്ങനെ അങ്ങോട്ടും വെട്ടിച്ച് ഇങ്ങോട്ടും വെട്ടിച്ച് കളിക്കുകയാണ്.
ദൈവം പോലും പൊറുക്കൂല. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങാണ്ട് ചാവുന്നേ ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ അമ്മാതിരി ചതിയാന്ന് കാണിച്ചത്. ആ വണ്ടിയിലിരിക്കുന്ന ആ രോഗിയുടെ മക്കള്, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. നിങ്ങളൊന്ന് 5 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ സ്വന്തക്കാർക്കാണ് ഈ ഒരു സംഭവമെങ്കിൽ നമ്മൾ എത്രമാത്രം വിഷമിക്കും. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവൻ്റെ ആഡംബര കാറ് കൊടുത്തിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയ ഒരു കഴിവേറിയുടെ മോനെ ഞാൻ പറയുള്ളൂ. അവനെങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരുത്തം വന്നിട്ട് ഇമാതിരി തെണ്ടിത്തരം കാണിച്ചത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരാണല്ലോ വന്ന് അടിയുന്നത് എന്ന് ആലോചിക്കുമ്പോഴേ ആ നാട്ടുകാർക്ക് തന്നെ നാണക്കേടാണ്. ആ കണ്ണൂരുകാർ എല്ലാവരും എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പറയുന്ന പോലെയല്ല, നല്ലവരുമുണ്ട്, നല്ല മനുഷ്യന്മാരൊക്കെയുള്ള സ്ഥലമാണ് കണ്ണൂര്. പക്ഷെ പറയിക്കാൻ ഒന്നും മതിയല്ലോ. നമ്മൾ നല്ലൊരു ചിക്കൻ കറി വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു കാഞ്ഞിരത്തിൻ്റെ തണ്ടിട്ടാൻ പോലെ അത് കഴിച്ചിട്ട് പിന്നെ ആർക്കും തിന്നാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കണ്ണൂരുകാരെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി സ്ഥലങ്ങളിൽ നല്ല മനുഷ്യരാണ്, നല്ല ആതിഥ്യ മര്യാദയുള്ള മനുഷ്യരാണ്. പക്ഷെ പകുതി സ്ഥലങ്ങളിൽ ബേട്ടാവളിയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബേട്ടാവളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ചെക്കാലീനിയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ടീമുകളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എന്താ പറയുക, വേറെ നിയമോ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. നാട്ടുകാർ അതിന് ഇടപെടണം. ഈ കല്യാണത്തിൻ്റെ ഇടയിൽ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് നാട്ടുകാർ ഇടപെടണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ശരിക്കും തന്നെ ടി വിക്കാരെല്ലാം കാണിച്ചിട്ടുണ്ട്. ആരെ? നമ്മളെ വണ്ടിക്കാരനുണ്ടല്ലോ, മുമ്പ് പോയ വണ്ടിക്കാരൻ. അപ്പോൾ ഓൻ്റെ അഡ്രസ്സോ വീട്ട് അഡ്രസ്സോ ഒന്നും തേടി പിടിക്കില്ലെന്ന് പറഞ്ഞാൽ അത്ര വിഷമമുള്ള കാര്യമൊന്നും അല്ല. അപ്പോൾ എല്ലാവരും വേണ്ട വിധത്തിൽ സഹായിക്കുമോ പോയിട്ട്? അതായത് അവനോട് ചോദിക്കുമോ, അനിയ എന്തുണ്ട് ഇന്നലെ വിശേഷം, നിനക്ക് എങ്ങനെയുണ്ട്, ഇന്നലെ നിൻ്റെ വണ്ടിയും കൊണ്ട് പോയിട്ട് ഒരാൾ മരിച്ചതറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളൊന്ന് സൽക്കരിക്കുമോ അവൻ. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇവനൊന്നും ചെയ്യാനില്ല. അമ്മാതിരി തോന്നിയവാസാണ് ഇവനൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ ഈ വാർത്ത കണ്ട നിങ്ങൾക്ക് തന്നെ? അതായത് ഈ കല്യാണ വീട്ടിൽ നിന്ന് ഇമാതിരി പോകൃത്തരം കാണിച്ചതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടി കൊണ്ടുപോയിട്ട് പോകൃത്തരം കാണിച്ച് അവരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കണ്ണൂർ ഇപ്പോഴിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ നാടിനെ നല്ല ദോഷം ചെയ്യും. ഇപ്പം പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, ഈ കൊല്ലത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കൊല്ലംകാരനാണോ ആൾക്കാർ ചോദിക്കുന്നത്. അതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കൊല്ലം മുന്നിലുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് കണ്ണൂരുകാരും ഒട്ടും മോശമൊന്നുമല്ല. ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കണ്ണൂരുകാരായിരിക്കും. ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ നാണം കിടന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിലായി കഴിഞ്ഞാലും ഇതുപോലെയുള്ള കല്യാണ മാമാങ്കങ്ങൾ എന്ന് പറയുന്ന ഗോഷ്ഠി പരിപാടികൾ നിർത്തിക്കഴിഞ്ഞാൽ ആ ഒരു പയ്യൻ്റെ ജീവിതം നല്ല സന്തോഷത്തിലാകും. പിന്നെ മറ്റൊരു കാര്യമായിട്ട് ഞാൻ പറയാൻ മറന്നുപോയിനി. അതായത് ഇപ്പോൾ ഇതുപോലെയുള്ള ഗോഷ്ഠികളും കാര്യങ്ങളൊക്കെ നടത്തി പെണ്ണിനെയാണെങ്കിൽ മറ്റേ ഇതിൻ്റെ മുകളിൽ ഇരുത്തി കൊണ്ടുപോയി അവർക്ക് കുടിക്കാൻ കൊടുത്തതിൽ മദ്യമൊഴിച്ചു കൊടുത്തു, അങ്ങനെയുള്ള കള്ളൊഴിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള പല ആഭാസങ്ങളും നടക്കുമ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാതെ വഴക്കും വക്കാണവുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അതായത് 2 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും വേണ്ടായിരുന്നു തോന്നുക. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അങ്ങ് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്നും വഴക്കായിട്ട് ജീവിക്കലാണ്. അപ്പോൾ കല്യാണ മാമാങ്കക്കാരാണ് ഇവിടെയുള്ള യുവതീ യുവാക്കളുടെ വിവാഹം വരെ തകർക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൽ ഈ ആൺ പെണ്ണൊന്നുമില്ല, എല്ലാം ഉണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോയപ്പോഴേ ഈ ചെണ്ട മുട്ടുമ്പോൾ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങളാണ്. അപ്പം അവരും കണക്കാണ്. ഇതിലെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ മാത്രമായിട്ട് ഇത് ചെയ്യുന്നൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഇതുപോലെയുള്ള ഗോഷ്ഠി പരിപാടികൾ, കോപ്രായങ്ങൾ നിങ്ങൾ നിർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു വീട്ടുകാർ പോലും ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ കല്യാണത്തിന് വിളിക്കരുത്. നിങ്ങൾ വിളിക്കാതിരിക്കേ, അപ്പോഴേമാർ വരത്തില്ല. അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം.